നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് 2 ഘട്ടമായി. ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും. തൃശൂർ ജില്ലയിൽ ഡിസംബർ 11-ന് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലിന്റെ അവസാന യോഗം ബഹളത്തിൽ മുങ്ങി. യോഗത്തിൽ നിന്ന് മേയർ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ കൌൺസിൽ യോഗ തീരുമാനങ്ങളുടെ മിനിറ്റ്സ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇറങ്ങിപ്പോക്ക്. അതിരപ്പിള്ളി മലക്കപ്പാറ റൂട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാർ യാത്രികരായ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലം 2 മാസത്തോളമായി കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായി ചാമക്കാലയിലെ 47ഓളം കുടുംബങ്ങൾ. പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ. കുതിരാനിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനയെ കണ്ടെത്താനായില്ല. ആനയെ തുരത്തുന്ന ദൌത്യം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്തെത്തി. ആനയെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം തുടരുകയാണ്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലേക്കുള്ള കേരള ടൂറിസ്റ്റ് വാഹനങ്ങൾ ഇന്ന് വൈകിട്ട് മുതൽ സർവീസ് നിർത്തിവെക്കും. ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും പോകുന്ന യാത്രക്കാർ ദുരിതത്തിലാകും. കാരണം നന്ദിപ്പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പ്രതിഷേധ മാർച്ച് നടത്തി. ബിജെപി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട ധർണ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. എംഎൽഎ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. എൻസിപി കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന ഉല്ലാസ് കെ അംബ്രയിലിന്റെ നിര്യാണത്തിൽ കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു. ശ്രീ സത്യസായി ബാബയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ലോകസമാധാനത്തിനുവേണ്ടി സായി സെന്ററുകളിലും 24 മണിക്കൂർ നാമജപ യജ്ഞം നടന്നു. തൃശൂർ ശ്രീ സത്യസായി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഖണ്ഡ ഭജന സമർപ്പിച്ചു. പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിലെ പ്ലാഴി സെന്ററിൽ സ്ഥാപിച്ച സോളാർ ലൈറ്റ് യൂത്ത് കോൺഗ്രസുകാർ മോഷണം നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധ പരിപാടിയുമായി CPM ലോക്കൽ കമ്മിറ്റി. പഴയന്നൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പ്ലാഴി സെന്ററിൽ സോളാർ ലൈറ്റ് സ്ഥാപിച്ചിരുന്നത്. 87ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ കമ്മിറ്റി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ഫുഡ് സേഫ്റ്റി ഓഫീസ് കം ഹെൽത്ത് സബ് സെന്റർ കെട്ടിടം നിർമ്മാണോദ്ഘാടനം സേവ്യർ ചിറ്റലപ്പള്ളി MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള പ്രവാസി സംഘം ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി. പൊതുയോഗം പ്രവാസി സംഘം ചേലക്കര ഏരിയ സെക്രട്ടറി KS യൂസഫ് ഉദ്ഘാടനം ചെയ്തു. കോടാലി മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് സുമേഷ് മണ്ണാമ്പറമ്പിൽ, മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ഗീത ജയൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിന്റെ അജണ്ട കീറിയെറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ നടുത്തളത്തിലേക്ക് പാഞ്ഞടുത്തത് ജനാധിപത്യ വിരുദ്ധമെന്ന് മേയർ MK വർഗീസ്. മിനിറ്റ്സ് ആവശ്യപ്പെട്ട് കത്ത് നൽകിയെന്ന് പറയുന്നത് വെറുതെയാണ്. ഈ ഭരണസമിതിയുടെ അവസാനത്തെ കൌൺസിൽ യോഗം അലങ്കോലമാക്കിയതിൽ ദുഃഖവും പ്രതിഷേധവുമുണ്ടെന്നും മേയർ. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ SFI സംഘർഷം. SIR വിഷയത്തിൽ KSU സ്ഥാപിച്ചിരുന്ന ബാനർ SFI പ്രവർത്തകർ അഴിച്ചുമാറ്റിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ക്ഷേമ നടപടികളും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള ഭിന്നശേഷി ക്ഷേമ സംഘടന സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ആരംഭിക്കും. വെള്ളിയാഴ്ച തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് സംഘാടകർ. എരുമപ്പെട്ടി മുരിങ്ങത്തേരി സെന്ററിനു സമീപം ബൈക്കിൽ നിന്നും വീണ് 2 പേർക്ക് പരിക്കേറ്റു. എടക്കഴിയൂർ സ്വദേശി ഷിനോജ്, കോട്ടപ്പടി സ്വദേശി വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചേലക്കരയിൽ വ്യാപകമായ കവർച്ചയിൽ അന്വേഷണം തുടരുന്നു. ചെറുവത്തൂർ ജ്വല്ലറി, ഉണ്ണിമാമ ഹോട്ടൽ, ആയുർവേദ മരുന്നുശാല എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. തിരുവല്ലോമല പഞ്ചായത്തിലെ കുണ്ടൂക്കാട്, വേട്ടക്കരൻകാവ്, അമ്പലം എന്നീ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായി. വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് KA ഷബ്ന ഉദ്ഘാടനം ചെയ്തു.
തിരുവല്ലോമല കുണ്ടുക്കാട് വ്യാപാര ഭവൻ ആറമ്പറ്റക്കുളം റോഡ് ഉദ്ഘാടനം ചെയ്തു. റോഡിനു വേണ്ടി സ്ഥലം വിട്ടു നൽകിയ മൂകാംബികയമ്മയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അവിട്ടപ്പിള്ളി ഹിൽവ്യൂ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ 16-17 വാർഡുകളിലെ അംഗങ്ങളായിരുന്ന സുമേഷ് മൂത്തമ്പാടൻ, ബിന്ദു മനോജ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് KS ഷോബി അധ്യക്ഷത വഹിച്ചു. പാവറട്ടി വെൺമേനാട് സ്വദേശി അഫ്നാൻ ബിൽ അബ്ദുൾ റഷീദ് തൃശൂർ ജില്ലാ 47ാമത് പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ അഫ്നാൻ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മുൻപും വിജയം നേടിയിട്ടുണ്ട്. മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ ചിത്ര പ്രദർശനത്തിന് നാളെ കേരള ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമാകും. ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷ് പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ കൊടകര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M സുധീർ, ജില്ലയിലെ മികച്ച മലയാളം അധ്യാപകനുള്ള പുരസ്കാരം നേടിയ പ്രധാന അധ്യാപകൻ KK താജുദ്ദീൻ എന്നിവരെ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി എന്റെ ഭക്ഷണം എന്റെ ആരോഗ്യം എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് 4ാം വാർഡിലെ KK റോഡ് നിർമ്മാണം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം KK ബെന്നി ആന്റണി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. നെല്ലുവായി തിച്ചൂർ ഇട്ടോണം റോഡ് പുനരുദ്ധാരണ പദ്ധതിയിലെ അവസാനഘട്ട ടാറിംഗ് പ്രവർത്തികൾ AC മൊയ്തീൻ MLA വിലയിരുത്തി. വടക്കാഞ്ചേരി PWD നിരത്ത് വിഭാഗം AEK അരുൺ, ഓവർസിയർ വിബി സ്മിത, പൊതുപ്രവർത്തകരായ PC അബാൽമണി തുടങ്ങിയവർ MLAക്കൊപ്പമുണ്ടായിരുന്നു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ ജില്ലാ സമ്മേളനം ഈ മാസം 12-13 തീയതികളിൽ തൃശൂരിൽ സംഘടിപ്പിക്കും. സാഹിത്യ അക്കാദമിയിൽ വ്യാഴാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സൗത്ത് കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവിന് സമീപമുള്ള ഫിൽറ്ററിംഗ് സ്റ്റേഷനിൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V നിഷമോൾ അധ്യക്ഷയായിരുന്നു. ചാഴൂർ പഞ്ചായത്ത് 15ാം വാർഡിലെ NSS ഹാൾ റോഡിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.